നമസ്കാരം. കറന്റ് ന്യൂസ് കല്ലൂർക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെയുള്ളത് അയൂബ് ഖാൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ചേട്ടൻ അലങ്കാര ആടെന്നൊക്കെ പറയാവുന്ന രീതിയിൽ ചേട്ടൻ വീട്ടിൽ കുറെ ആടുകളെ വളർത്തുന്നുണ്ട്. അത് നല്ല കുട്ടിത്തമുള്ള ഓമനത്വം ഉള്ള നമുക്ക് കൊഞ്ചിക്കാൻ തോന്നുന്ന കുറെ ആടിനങ്ങളാണ്. ഈ ആടിന്റെ വിശേഷങ്ങൾ, ചേട്ടൻ ഇത് എങ്ങനെയാണ് തുടങ്ങാനുണ്ടായ കാരണങ്ങൾ, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നോക്കി ചേട്ടനുമായിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. അപ്പം ഞാനിങ്ങനെ കറന്റ് ന്യൂസിന്റെ കുറെ വീഡിയോ ആയിട്ട് ഇങ്ങനെ പറയാൻ പോകുമ്പോ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ആട് വളർത്തലുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പം ഞാനിവിടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോ നല്ലൊരു കുട്ടിത്തമൊക്കെ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ചേട്ടന്റെ അടുത്ത് വന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ എത്ര കാലമായിട്ട് ആണ് ഈ ആട് വളർത്തലുമായിട്ട് ഇങ്ങനെ വരാനുണ്ടായത്? ഞാനൊരു 20 വർഷത്തോളമായി ഈ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. പക്ഷെ എനിക്ക് ആദ്യം കനേഡിയൻ ആട് വളർത്തുന്നതിന് മുമ്പ് പശുവായിരുന്നു. അത് വെച്ചൂർ പശു. വെച്ചൂർ പശു ആണ് ഞാൻ തുടങ്ങിയത്. വെച്ചൂർ പശു തുടങ്ങി അത് കുറെ പ്രസവമൊക്കെ ആയി, കുറെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സൗകര്യക്കുറവ് മൂലം ഞാൻ പശുവിനെ കൊടുക്കുകയത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നിയാൽ ആടാകുമ്പോൾ കുറച്ചധികം വളർത്താൻ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ആടിനെ വളർത്തിയത്. ആടെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ പറഞ്ഞ പാല് കിട്ടുന്ന ആടിനോട് എനിക്ക് താല്പര്യമില്ല. വീട്ടിലിപ്പോ നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കളും ഭാര്യയൊക്കെ ആണെങ്കിൽ കൊണ്ടു നടക്കാൻ സൗകര്യമുള്ള ആളാണ്. അത് ഉദ്ദേശിച്ച് നമ്മളിങ്ങനെ ഈ ചെറിയ ആടുകളെ തപ്പി അങ്ങനെയാണ് ഈ ആടിനെ കിട്ടുന്നത്. അങ്ങനെ ആടിലേക്ക് വരാണ്ടായിരുന്നു. അപ്പൊ എത്ര സൈസ് ആടുണ്ട് ഇവിടെ? ഇപ്പൊ എന്റെ അടുത്തുള്ളത് ഇപ്പൊ ഒരു 3-4 സൈസ് ആട്. ഏതൊക്കെയാണത്? അതൊന്ന് അമേരിക്കൻ സിൽക്കി എന്ന് പറയും. ഇത് നമുക്ക് കിട്ടുന്ന പേരാട്ടോ. അതെ, നമ്മളായിട്ട പേരല്ല. അമേരിക്കൻ സിൽക്കി ഒരു നല്ല ഒരു ആൺകുട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കനേഡിയൻ പിക്കി, അതുപോലെ തന്നെ ബാർബറി, അതുപോലെ തന്നെ കരോളി, ഇങ്ങനെയുള്ള 3-4 ദിവസം നമുക്ക് ഓരോ ടൈപ്പ് ആടിനെ കുറിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം ആദ്യം അമേരിക്കൻ സിൽക്കി, ആ ആടിന്റെ പ്രത്യേകത എന്നാ? ആ ആടിന്റെ പ്രത്യേകത അമേരിക്കൻ സിൽക്കി എന്ന് പതിനെടുത്തിരിക്കുന്ന ആണാടാണ്. അപ്പൊ അതിനെ കാണാനൊരു ഭംഗിയാണ്. അവനെ നമ്മളൊരു സിംഹക്കുട്ടി പോലെ ഇരിക്കും. അവന് ചടയൊക്കെ ആയി നല്ല സെറ്റപ്പ്. സിൽക്ക് നൂല് പോലെ രോമം നീണ്ടിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടകണം പേര്. അത് നമ്മള് സാധാരണ ഈ ആടിനെ ഉപയോഗിക്കുന്നത് നമുക്ക് പാലിനായിട്ടാണോ അതെയോ വേറെ? ഇതിനധികവും നമ്മൾ ഇതിന് ഷോയ്ക്ക് വിട്ടിട്ടാണ് ആൾക്കാർ കൊടുത്തത്. അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മള് പണ്ട് ഈ പേർഷ്യൻ കാറ്റ് മേടിച്ച് വീട്ടിൽ വളർത്തും ആൾക്കാര്. 15,000 രൂപ 20,000 രൂപ പേർഷ്യൻ കാറ്റ് മേടിച്ച് വളർത്തി അതൊരു ഓമനത്വം കണ്ടിട്ടാണ്. അത് ഈ പിള്ളന്മാരുടെ കൂടുതൽ സ്നേഹമുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളന്മാരെ. അതേ ഒരു ഐഡിയയിലാണ് ഞാൻ പിള്ളൻ ആളുകളെ വളർത്താൻ തന്നെ കാര്യം. ഇതിപ്പോ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോ നമ്മുടെ ഈ പൂച്ചപ്പട്ടിയൊക്കെ ഇങ്ങനെ നടക്കുന്ന രീതിയിൽ നേരെ നിറച്ച് രോമമൊക്കെ ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കാണാൻ നല്ല തോന്നുന്നുണ്ട്. ഇത് പാല് ഒരു പ്രസവത്തിൽ എത്ര കുട്ടികൾ വരെ ഉണ്ടാവും? ഇത് ഒരു പ്രസവത്തില് 3 കുട്ടികൾ വരെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ 3 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഉണ്ടാവാറുണ്ട് പറയാറുണ്ട് ആൾക്കാർ. 3 കുട്ടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് പാല് ഇതിന്റെ ഉപയോഗിക്കാം. പാല് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അത്യാവശ്യം 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാൽ എടുക്കാൻ സാധിക്കില്ല. കാര്യം ഈ സാധനം വളരെ പൊക്കം കുറഞ്ഞ ആടല്ലേ. അപ്പൊ അതിന്റെ ഉത്പാദനം വളരെ കുറവായിരിക്കും. പാൽ സൈസും കുറവായിട്ട് പാല് നമുക്ക് വേണ്ടിയിട്ട് എടുക്കാതെ പാലുണ്ടാവില്ല. അതിന്റെ മക്കൾക്ക് കുടിക്കാനുള്ള പാല് അപ്പൊ നമുക്ക് എടുക്കാൻ തോന്നുക. ഇപ്പൊ 2 കുട്ടികളുണ്ട് 3 കുട്ടികളുടെ ആ പാല് നമുക്ക് എടുക്കാൻ തോന്നില്ല. കാര്യം അവർക്ക് വേണ്ടേ. അപ്പൊ ആ ഒരു ഇത് മെന്റാലിറ്റി ഉണ്ട്. ആടിനെ ഉദ്ദേശിച്ച് പാല് ഉദ്ദേശിച്ചല്ല. പക്ഷെ ആരത് മേടിച്ചിട്ട് പോയാലും ഇപ്പൊ ആൾക്കാർക്കെല്ലാം താല്പര്യം വീട്ടിന്റെ ഉള്ളിൽ വളർത്താൻ പറ്റുന്നത് ഒരു ഐറ്റമാണ്. അപ്പൊ ഓമനിച്ച് വളർത്തുന്ന കാരണം കൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങള് തന്നെ കുടിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോ ഒരു കുഞ്ഞുണ്ടായ നമ്മളെങ്ങനെയാ ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് അതിനെ കൊടുക്കുന്നത്? എങ്ങനെ? ഞാൻ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പാലുകളി മാറുന്ന ഒരു 3 മാസം. അതാണ് അതിന്റെ ടൈം. ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ആട്ടുകുട്ടികളെ ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കും. അത് ഇത് അന്വേഷിച്ച് വരുന്ന ആൾക്കാരെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാടുണ്ടോ എന്ന് ചോദിച്ചാലും വരില്ല. ഇതിനോട് ഓമനത്തുള്ള ആൾക്കാർ, ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്കിത് കൊടുത്താൽ ഇപ്പൊ ഒരു 3 മാസം പ്രായമുള്ള ഒരു ആട്ടിനെ കൊടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ 15,000 രൂപ വില കിട്ടും. അതിന്റെ വില അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ കൊടുക്കുമ്പോ അങ്ങനെയൊന്നും കിട്ടില്ല. അതൊരു അടുപ്പിച്ച് അങ്ങ് കൊടുക്കുമെന്ന് മാത്രമേ. ഡിമാൻഡിനനുസരിച്ചാണ് ഇതിന്റെ വില. അപ്പൊ പിന്നെ അടുത്ത വേറെ പിന്നെ ബാർബറിയുടെ പ്രത്യേകത ബാർബറി കനേഡിയന്റെ അത് സെയിം തന്നെ. അതിന്റെ മേത്ത് ഒരു പുള്ളിയും പാണ്ടൊക്കെ ഉണ്ട്. ഒരു ചുവന്ന കളറുണ്ടാവും, ഒരു വൈറ്റ് കളറുണ്ടാവും. അത്
അങ്ങനെ ഏതെങ്കിലും ഡിസൈൻ അങ്ങനെയാണ് അതിന് തിരിച്ചറിയുന്നത്. അതിന്റെ ഈ കുഞ്ഞുങ്ങളും രീതികളും പിന്നെ ഇതിന്റെ പാലിന്റെ ലഭ്യത എങ്ങനെയാണ്? അതും ഇതുപോലെ തന്നെ അതിന്റെ പാലും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. അതിലും പൊക്കം കുറവാണ്, അത്രയുള്ള ഇതുള്ളൂ, അതിന് പാൽ ഉൽപാദനത്തിനകത്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾ കുടിക്കാനുള്ള പാല് നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാല് കറന്നെടുക്കാം. ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ ബാലൻസ് ഉണ്ടാവും പാല്, നമുക്കുള്ള അസുഖം കറന്നെടുക്കാം. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കറന്നെടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കൊച്ചിന് പാല് വേണം, നമുക്കുള്ള കറന്നെടുക്കാൻ പാല് അതിനകത്ത് കിട്ടും. പക്ഷെ 2 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതും ഈ പറഞ്ഞ അലങ്കാരമായിട്ട് വീടിനുള്ളിൽ തന്നെ വളർത്താൻ പറ്റുന്ന ആളുകളാണ്. പിന്നെ ഇതിന്റെ തീറ്റകൾ ഈ പറഞ്ഞ പോലെ തന്നെ തീറ്റകൾ മതി. നമുക്ക് മറ്റുള്ള വാരി കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളം ആണെങ്കിലും വളരെ കുറച്ച് മതി. ചെറിയ അതിന്റെ വയറ് പെട്ടെന്ന് അറിയുള്ളൂ. പിന്നെ ഉള്ളത് കനേഡിയൻ പിഗ്മിയിലെ കനേഡിയൻ പിഗ്മി എന്നാണ് ഈ ആടിനെ നമ്മള് വിളിക്കുന്നത്. ഇത് ഈ കനേഡിയൻ അമേരിക്ക എന്നൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളുടെ ഇതിൽ അവിടെ ഉള്ളതുകൊണ്ടാണോ? ഇത് നമുക്ക് ദൂരെ പോയി നമ്മൾ മേടിച്ചിട്ടില്ല. നമുക്ക് യൂട്യൂബിലെല്ലാം കണ്ട് കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കില്ല. അപ്പൊ അതിനകത്ത് തരുന്ന പേരാണ് നമുക്കൊരാട് തരുമ്പോൾ നമ്മൾ ഇതിന്റെ ആടാന്ന് നോക്കുമ്പോൾ അവർ നമ്മൾ ഇതിനെ കനേഡിയൻ പിഗ്മി എന്നാണ് പറഞ്ഞത്. കനേഡിയൻ പിഗ്മിയാണെന്ന് തോന്നുന്നു അല്ലെ ആടുകളിലെ ഏറ്റവും നമ്മള് വെച്ചൂർ പശുവിന്റെ കുള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒറിജിനൽ വെച്ചൂർ പശു ആണെങ്കിൽ നമുക്ക് ഇത്ര പൊക്ക കാണുള്ളൂ. ഒരു കൂടി വന്ന ഒരു ആടിന്റെ പൊക്ക കാണുള്ളൂ ഒറിജിനൽ. അതിന് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ വില വരും ഒരു പശുവിന്റെ വില. അപ്പൊ ഈ കനേഡിയൻ പിഗ്മിയുടെ പ്രത്യേകത എന്തൊക്കെയാ? കനേഡിയൻ പിഗ്മി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് പൊക്കം കുറഞ്ഞതാണ്. പൊക്കം കുറഞ്ഞാൽ വളർത്താൻ നമുക്ക് സൗകര്യമാണ്. ഏത് ഇച്ചിരി വയസ്സായ പ്രായമായ തള്ള ഒരു തന്തയുണ്ടെങ്കിലും അവർ കൊണ്ടേ നടക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറക്കാണ്ട് കൂട്ട് തന്നെ ഇട്ട് വളർത്താം. കൂട് വളരെ ചെറിയ കൂട് മതി. കൂടുതലാണ്. പ്രായമുള്ളവരായതുകൊണ്ട് തന്നെ മുട്ടനാട് മാത്രമാണ് ഒരു ഇടിയിപ്പുത്തം ഉണ്ടാവുള്ളൂ. ഈ പെട്ടകൾ, അതായത് പെണ്ണാടുകളൊന്നും ഇടിക്കൊന്നുമില്ല. ഞാൻ കണ്ടതിൽ ഈ കനേഡിയൻ പിഗ്മിയുടെ ചെവി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന അത് കനേഡിയൻ പിഗ്മിയുടെ പ്രത്യേകത. അതാണ് അതിന്റെ കനേഡിയൻ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന അങ്ങനെയാണ്. ചെവി ഇങ്ങനെ അത് ആണാടും പെണ്ണാടും ഒറ്റ ഇത് തന്നെയല്ലേ? ഇതിന്റെ പാലെന്ന് പറയുന്നത് എങ്ങനെയാ? കുറവാണോ? അതിനും കൂടുതലുണ്ടോ? കൂടുതലില്ല. ഞാൻ ഇടയ്ക്ക് എവിടെ കേട്ടായിരുന്നു ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ പ്രസവിച്ച ആടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗിന്നസ് റെക്കോർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ അത് ഈ കനേഡിയൻ പിഗ്മിപ്പെട്ട ആടാണ്. കുഞ്ഞതായിട്ടുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാർക്കും വളർത്താവുന്ന വളർത്താവുന്ന മൃഗമാണ് ആട്. പിന്നെ അതിനകത്തൊരു വരുമാന സാധ്യത എങ്ങനെ? അതായത് ഇപ്പൊ നമുക്ക് ഇത് ഒരു ആടിനെ ഇപ്പൊ നമ്മള് പേർഷ്യൻ കാറ്റ് പറയുന്നത് ഒരു കൊച്ചിനെ ഇപ്പൊ വീട്ടില് ഒരു പേർഷ്യൻ കാറ്റ് മേടിച്ചു കൊടുക്കണേ അവർക്ക് സന്തോഷമായി. പക്ഷെ ആ പേർഷ്യൻ കാറ്റ് നമ്മൾ പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു മാന്തവും കുട്ടി ചെയ്താൽ അത് പിന്നെ ഒരു വിഷയമായിട്ട് വരും. അതായത് ആ പ്രായത്തിന് ഒരു ആടിനെ ആ വിലയ്ക്ക് അത്രയും വില കൊടുക്കണ്ട, അതിനേക്കാൾ വില കൊടുത്ത ഒരു ആടിനെ കിട്ടും. ആ ആട് തന്നെ ഒരു കൗതുകമാണ്. അതിന്റെ കുട്ടികളുണ്ടാവും. പിന്നെ നമുക്ക് മറിച്ച് അത് മറ്റുള്ളവർ കൊടുത്താൽ നമുക്ക് മുതൽ നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കാശ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. നഷ്ടം വരുന്നില്ല. നമ്മളിപ്പോ 10,000 കൊടുത്താൽ 12,000 കൊടുത്താൽ 20,000 ഒരു ആട് മേടിച്ചാൽ അതിന്റെ പ്രസവത്തിൽ നമുക്ക് കുഞ്ഞാൻ കിട്ടും. ആ കുഞ്ഞെ കിട്ടാൻ നമുക്ക് കാലാവധി ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും ക്രോസ് ചെയ്യാം. 3 മാസം നമുക്ക് ക്രോസ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ 3 മാസം കൊണ്ട് ഞാൻ ക്രോസ് ചെയ്യില്ല. ഞാൻ ഒരു 4 മാസം അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും. ഒരു കുറച്ച് റെസ്റ്റ് കൊടുക്കും. റെസ്റ്റ് 3 മാസം എന്ന് പറയുമ്പോൾ അവര് കൊച്ചു പാലോട് മാറുന്നു. അപ്പൊ തന്നെ അടുത്ത ഡെലിവറി ആകുന്നു. അങ്ങനെ കൊണ്ടുവരില്ല. 1 മാസം ഗ്യാപ്പ് കൊടുക്കും. നമുക്ക് 3 മാസം കൊണ്ട് തന്നെ ക്രോസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടായിട്ടല്ല. ഞാൻ ഇവിടെ സ്വന്തം എന്റെ ഇഷ്ടപ്പെടുന്നു 1 മാസം കഴിയട്ടെ എന്നുള്ള രീതിയിൽ ക്രോസ് ചെയ്തു. ഒരു 145 40-45 ചിലപ്പോ 150 വരെ പോകും പ്രസവത്തിന്. അത്ര ദിവസം മതി. അപ്പൊ ഒരു ആടിനെ എത്ര കാലം നമ്മളങ്ങനെ ഇങ്ങനെ പ്രസവിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ നിർത്തും? നമുക്ക് വീട്ടിൽ നിർത്തുന്നത് ഇപ്പൊ ഒരു 5-6 ദിവസം ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിങ്ങനെ അതിനെ കുട്ടീനെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ പ്രായമായി കഴിയുമ്പോ പിന്നീട് ഇതിനെങ്ങനെയാണ് നമ്മൾ ഇറച്ചിക്ക് കൊടുക്കുവാണോ? ഇറച്ചിക്ക് പിന്നെ പറ്റുള്ളൂ. ഇറച്ചിക്ക് കൊടുക്കുള്ളൂ. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കുമല്ലേ? ഇതിനകത്ത് ഈ 4 ആട് പറഞ്ഞല്ലോ. ഈ 4 ആടിനങ്ങളിൽ ഏറ്റവും ലാഭകരവും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏത്
ഈ 4 ആടെന്ന് വെച്ചാൽ പേരിന്റെ 4 വരുന്നുണ്ട്. അതായത് കനേഡിയൻ, പിഗ്മി, പിന്നെ ബാർബറി, പിന്നെ ഈ കരോളി, പിന്നെ സിൽക്കി. അമേരിക്കൻ സിൽക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മുട്ടനാടുകളാണ് അധികം അതിനകത്ത് വരുന്നത്. അമേരിക്കൻ സിൽക്കിൽ വരുന്നത് മുട്ടനാടിനാണ് അധികം വരുന്നത്. അത് പെണ്ണാട് വളരെ കുറവായിരിക്കും അതിനകത്ത്. കൂടുതലുണ്ടാവുന്നത് ആൺകുട്ടികളാണ്. അപ്പൊ ഇവര് പാലാണ് ഉദ്ദേശിച്ചെങ്കിൽ പാല് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇതനുസരിച്ച് വേണം നമ്മളെ പാല് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ കുട്ടികൾ കുടിക്കാൻ നമ്മൾ വിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ആടാണല്ലോ, അപ്പൊ ആടാവുമ്പോ ഈ പാലിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ചെങ്കിലും കറന്നെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഈ 4 ഇനത്തിനകത്ത് ഏറ്റവും നല്ല പാലെന്ന് തോന്നിയിട്ടുള്ള ഏത് ഇനത്തിന്റെ? ഈ കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞ ആടിന്റെ പാലും ബാർബറി എന്ന് പറഞ്ഞ ആടിന്റെ പാലും സെയിമാണ്. ഇതിലൊരു മണം, ഇതിലൊരു കുത്ത്. നമ്മൾ സാധാരണ ഈ ആട് മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈ നാടനാടിനെയൊക്കെ നമ്മള് വളർത്തുന്നോട് നമ്മൾ അവിടെ ചെല്ലുമ്പോ തന്നെ അതിന്റെ മൂത്രത്തിന്റെയും കാഷ്ടത്തിന്റെ ഒരു ഇത് ഇറച്ചിക്ക് തന്നെ ഒരു കുത്തല് മണമുണ്ട്. അപ്പം ഇതിന്റെ അങ്ങനെ ഒരു സ്മെല്ലിന്റെ പ്രശ്നമില്ല അല്ലെ? അതാണ് ഇത് വീടിന്റെ ഉള്ളിൽ തന്നെ വളർത്താൻ കാരണം. 4 ഇനങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ഇനം ഏതാണ്? എന്റെ അടുത്ത് കനേഡിയനും ബാർബറിയാണ് കൂടുതൽ. കനേഡിയനും ബാർബറിയും അല്ലേ? കരോളി എന്ന് പറഞ്ഞാൽ കരോളിയുടെ ഒറിജിനൽ കരോളി അല്ല, അതിന്റെ ക്രോസാണ്. അതിനിപ്പോ 1 ലിറ്ററോളം പാലുണ്ട്. ഇതിന്റെ കളക്ഷൻ എവിടുന്ന കിട്ടിയ ഈ 4 ഇനത്തിന്റെ? നമ്മളിങ്ങനെ ഓൺലൈനാണ് മേടിക്കണോ അതേ സമയം പ്രദേശങ്ങളിൽ? അല്ല, ഈ പരിസരത്ത് ഭാഗത്തൊന്നും ഇല്ല. ഞാൻ മേടിക്കുന്ന സമയത്ത് ഈ പരിസരത്ത് ഭാഗത്തൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ പല സ്ഥലത്തും ഒക്കെ ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഞാനിത് വാങ്ങിക്കുന്നത് വൈക്കത്താണ്. ഒരു ആരുടെയും മേടിക്കുന്നത് യൂട്യൂബിൽ നോക്കിയപ്പോ ഇങ്ങനെ കണ്ടപ്പോ നമുക്ക് താല്പര്യം തോന്നി, കാണുമ്പോ അതിന്റെ ഭംഗി തോന്നി. അതിങ്ങനെ മേടിച്ചങ്ങ് വളർത്തില്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ആടിനെ മേടിച്ച് വളർത്തി കനേഡിയൻ പിഗ്മി. ഇതുകൊണ്ട് ഒരു വേറൊരു ഉപകാരം കൂടിനകത്ത് മെയിനായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. കാര്യം ഈ ആട്ടുകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കള് ഈ ആടും അവരുമായിട്ടങ്ങ് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ മൊബൈൽ ഫോണിൽ നിന്നുള്ള കുറച്ച് മാറ്റം കിട്ടും. അതാണ് ഞാൻ അധികം ഇത് ഉദ്ദേശിക്കുന്നത്. പിള്ളേർ ഇങ്ങനെ മൊബൈൽ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ഈ ആട്ടുകുഞ്ഞുങ്ങളെ മേടിച്ചാൽ പെരക്കകത്ത് കയറ്റി വിട്ടു അവർക്കൊരു താല്പര്യം വരുമോ? അവരെ ചാടി അപ്പൊ നമ്മളിപ്പോ ഇരുന്ന് കൊടുത്താൽ നമ്മൾ ചാടി മടി കയറുന്നു. കുറച്ച് സമയമെങ്കിലും അതിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകും. അപ്പം പിന്നെ അപ്പൊ ഇതിനടുത്തായിട്ട് അതിന്റെ കൂടിന്റെ സംവിധാനങ്ങളൊക്കെ ഇത്ര സൈസ് വേണമെന്നുണ്ടോ? നമ്മളിങ്ങനെ കുറച്ച് വളർത്തുമ്പോ ഫാമായിട്ടല്ല, നമ്മളിങ്ങനെ വീട്ടിൽ വളർത്തുമ്പോ ഒത്തിരി ഇതുണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെയാ അതിന്റെ കൂടിന്റെ സൈസ് ഒക്കെ എങ്ങനെയാ? ഇപ്പൊ കൂടിന്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ആടിന് വലിപ്പം കുറവാണ്. നമ്മൾ സാധാരണ ഒരു വലിയ ആടിന്റെ ഒരു വലിപ്പം നോക്കി കൂടുണ്ടാക്കും. ആ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ പ്രസവിച്ചു കഴിഞ്ഞാൽ 2 മക്കൾ കിടക്കാൻ പാകത്തിനുള്ള ഒരു വലിപ്പം നമ്മള് സാധാരണ അങ്ങനെ കണക്കൂട്ടാറ്. ഇത്ര 4 അടികൾ 5 അടികൾ അങ്ങനെ നോക്കാറില്ല. നമ്മളൊരു ആട് വലിയ ആടിനെ ഞാൻ ആടിന്റെ സൈസ് വെച്ച് കൂടുണ്ടാക്കും. പക്ഷെ അതിനകത്ത് പ്രസവിച്ച് വരുമ്പോ 2 കുട്ടികൾ ഉണ്ടാവും. 2 കുട്ടിയുടെ കണക്ക് കൂട്ടുള്ളൂ, 3 കണക്ക് കൂട്ടില്ല. 2 കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കും കിടക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ വളർത്തുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ആട് തൽക്കാലം ഓർമ്മ ഉള്ളെങ്കിൽ നമ്മൾ ആ കൂട് 2 ആട് കിടക്കാവാണെങ്കിൽ ഒരാടിനോട് 2 മുറിയായിട്ട് തിരിച്ച് മാറ്റി കിടക്കും. ഇപ്പൊ മുട്ടാടനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ടൈമോട് കിടത്താൻ പറ്റുമല്ലോ, ഇപ്പൊ മാറ്റി വിടും. അപ്പൊ അങ്ങനെ വലിയൊരു കൂടിന്റെ ആവശ്യമില്ല. വലിയൊരു കൂടിന്റെ ആവശ്യമില്ല. വലിയ തീറ്റ വേണ്ട, അധികം കൊപ്ര വേണ്ട, കാര്യങ്ങൾ വേണ്ട. വളരെ ചുരുക്കം ഈ കയ്യിൽ ഒതുങ്ങാവുന്ന പുല്ല് മതി. പിന്നെ ഇതിന് തീറ്റ കൊടുക്കുന്ന രീതികളൊക്കെ എങ്ങനെ? പിന്നെ അതിന്റെ എന്തൊക്കെ തീറ്റ നമ്മൾ സാധാരണ കൊടുക്കുന്നത്? ഈ സാധാരണ നമുക്ക് ഈ ആടിന് കൊടുക്കുന്ന തീറ്റ തന്നെ നമ്മളിപ്പോ സാധാരണ ആടിന് കൊടുക്കുന്നുണ്ട്. ആ പുല്ല്, വീട്ടിലുള്ള കാടിവെള്ളം, പിന്നെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, കാടിവെള്ളം. പിന്നെ നമ്മൾ ഞാനിവിടെ കൊടുക്കുന്ന രീതി അനുസരിച്ച് ഞാൻ കടലക്കൊപ്ര കൊടുക്കും. പിന്നെ ഇത് കൊടുക്കും, തവിട്, ഗോതമ്പ് തവിട്, പിന്നെ കഞ്ഞി, അരിയിൽ കഞ്ഞി വെച്ചു കൊടുക്കും. ഈ കാലിത്തീറ്റ പോലെ അങ്ങനെ വേറെ അങ്ങനെ ഇത് നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. അവര് നമ്മൾ ഏതാണ് കൊടുത്ത് ശീലിച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മേടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അവരോട്, നിങ്ങൾ ഇത് എന്താണ് തീറ്റ കൊടുക്കുന്നത്? അപ്പൊ ഒരു നിന്നെ നടത്തി ആ സാധനം നമ്മളോട് കൊടുത്ത് നമുക്ക് കൊടുക്കും. ആ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ തീറ്റയ്ക്ക് അനുസരിച്ച് മാറ്റം വേണമെങ്കിൽ നമ്മൾ അത് കുറേശ്ശെ കൊടുത്ത് മാറ്റിയിടും നമ്മുടെ രീതിയിലേക്ക്. പിന്നെ പുല്ല് എങ്ങനെയാ നമ്മൾ അഴിച്ചുവിട്ടാണ് തീറ്റുന്നത്? അതെയോ? അല്ല, ഞാനിത് നമ്മൾ അഴിച്ചുവിട്ട് തീറ്റിക്കാറില്ല. നമ്മള് പുല്ലെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ആ കൂട്ടിനകത്ത് കൊടുക്കും. ഇപ്പം ഒരു ദിവസം എത്ര പ്രാവശ്യം ഇവർക്ക് ഇങ്ങനെ തീറ്റയായിട്ട് കൊടുക്കേണ്ടത്? തീറ്റ രാവിലെ ഇവർക്ക് ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്. ഈ വെള്ളം ഇതിന്റെ കടലക്കൊപ്പൻ ഇതിന്റെ പൊടിയൊക്കെ ഇട്ട് സൂപ്പറായിട്ട് കഞ്ഞിയും വെച്ചിട്ട് ചെറിയൊരു ചൂടോടെ കൊടുക്കും. മഴയുള്ള അപ്പൊ മഴ ചെറിയ ചൂട് കൊടുക്കും.
അല്ലാത്തപ്പോ പച്ചവെള്ളത്തിലാണ് കൊടുത്താൽ മതി. കഞ്ഞിവെള്ളം ഉണ്ടാവില്ല, കഞ്ഞിവെള്ളം കൊടുത്താൽ മതി. ആ കുടിച്ച് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് പുല്ലുമാരി ഇട്ടാൻ കൊടുക്കും. ആ പുല്ലുമാറ്റി എല്ലാവർക്കും പുല്ലുമാരിട്ട് കൊടുക്കും. ഇവർക്ക് വാഴയില വലിയ ഇഷ്ടമാണ്. വാഴ വലിയ പ്രിയ. വാഴയില പിന്നെ പെട്ടെന്ന് നമുക്ക് എടുത്തോണ്ട് വരാനും അപ്പൊ ഒരു വാഴയില ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആളുകൾക്ക് വാഴയില കൂടുതൽ ഇഷ്ടം, മറ്റേ ആളുകളെ പോലെയല്ല. ഈ ആൾക്ക് വാഴയില കൂടുതൽ ഇഷ്ടമാണ്. അപ്പൊ വാഴയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിള്ളേർ കടിച്ചു വിട്ടുള്ളൂ. ദിവസം എത്ര നേരം ഇങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ട്? 2 നേരം കൊടുക്കണം. 2 നേരം, കാലത്തും വൈകിട്ടും. അതെ, നമ്മളിങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുന്ന അത് നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ആട്ടിനെ കാണാനായിട്ട് ഇറങ്ങി പോകും. അവിടെ അടുത്ത് പോയി ചില വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ കാണുമ്പോ എന്തെങ്കിലും നമ്മളെ കിട്ടുമെന്നുള്ള ഇതാണ്. അതായത് ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് വരുമ്പോ മക്കള് നമ്മുടെ വിലുണ്ടോ കിട്ടുമോ ഉണ്ടോ മിഠായി ഉണ്ടെന്ന് മക്കള് നോക്കുമ്പോൾ ആരോട് നമ്മൾ തരുമ്പോ നമ്മളങ്ങനെ മാനസികത്തോട് വളർത്തുന്നതാണ്. നമ്മള് താഴെ കൂട്ടിലിറങ്ങി ചെന്നപ്പോ കണ്ടപ്പോ തന്നെ അത് അപ്പൊ നമ്മള് വരുന്നപ്പോ നമ്മൾ ഇറങ്ങി ചെല്ലുവാണല്ലോ, വരുമ്പോ അവർക്ക് ഞങ്ങൾക്ക് ഒന്ന് തരാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി പുല്ലുവാരി അവർക്ക് മുമ്പിലിട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് സന്തോഷമായി. ഉച്ചയ്ക്കാണ് ഞാൻ ചിലപ്പോ ചെയ്ത് തീറ്റോട്ട് കൊടുക്കും. ഉച്ചയ്ക്ക് തന്നെ കാണുമ്പോ തന്നെ ഞാൻ വണ്ടി കൊണ്ടെന്ന് അവിടെ നിർത്തപ്പോ തന്നെ അറിയാം, ബൈക്കിന്റെ സൗണ്ട് അറിയാം. അപ്പൊ അത് വിളി കൊടുക്കും തന്നെ. പിന്നെ ആടെന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ പശു എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. അതിന്റെ ഇടയ്ക്ക് വളർത്താനുള്ള ഒരു എളുപ്പം കൊണ്ടും പിന്നെ പാലിന്റെ ലഭ്യതയും പിന്നെ ഒത്തിരി ഇങ്ങനെ പുല്ലിനൊന്നും അലഞ്ഞു പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഈ ആട് വളർത്തിയിട്ട് ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല, ഒരു എന്താ പറയുന്ന ഒരു സാമ്പത്തികപരമായിട്ട് എങ്ങനെയെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇത് ഇതിന്റെ പേരില്, വളർത്തിയതിന്റെ പേരിൽ? ആട് വളർത്തി സാമ്പത്തികം കിട്ടിയിട്ടുണ്ട്. ഇത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ചെറിയ രീതിയിൽ ആട് വളർത്തൽ കൊണ്ട് നമുക്കൊരു വീട് കഴിഞ്ഞു പോകാൻ പറ്റില്ല, അങ്ങനെ പൈസ സാധ്യതയുണ്ടോ? നമ്മളിപ്പോ ഈ ആട് വളർത്തുന്ന വെച്ചാൽ ആട് വളർത്തുന്ന ഒരിക്കലും നഷ്ടം വരുന്നില്ല. ആൾക്കാർ പറയും ആട് വളർത്തി എന്താ കിട്ടാനുള്ളത് എങ്ങനെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷെ നമ്മളെന്തുണ്ടെങ്കിൽ നമ്മൾ ആട് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടം ഒരിക്കലും വരുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ നമ്മളിപ്പോ ഒരു ആട് വാങ്ങിച്ചു, ഞാൻ ഒരു ആടിനെ പോയി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ആട് നമ്മളെ കോഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ദൈവം നമുക്ക് ഇപ്പൊ 2 കുഞ്ഞുങ്ങളോ 3 കുഞ്ഞുങ്ങളെ തരും. ആ 3 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയാൽ 2 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. ആരെയും വരുമ്പോൾ ഈ ആടിനെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കും. അപ്പൊ അവരെ ഇപ്പൊ ചുരുങ്ങിയത് ഒരു 10 വെച്ച് കൊടുത്താലും 2 കുഞ്ഞുങ്ങളൊക്കെ 20,000 രൂപ കിട്ടി. ഞാൻ ആടിന് കൊടുത്താണ് ചിലപ്പോ 15 രൂപയായിരിക്കും. അപ്പൊ 5,000 രൂപയ്ക്ക് അതിന് മുകളിൽ എനിക്ക് ലാഭം കിട്ടി. എന്റെ കുഞ്ഞുങ്ങളെ കൊടുത്തു തന്നെ എന്റെ ആട് മേടിച്ചാൽ ഞാൻ കൂടുതൽ ആശിക്കും. അപ്പൊ പിന്നെ ആട് നിൽക്കോടെ മുതലോട് നിൽക്കുവാണ്. അപ്പൊ ലാഭമല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു കൊപ്ര മേടിച്ചു കൊടുക്കുന്നതൊക്കെ നഷ്ടമല്ലെന്ന് ചോദിക്കും. പക്ഷെ നമുക്കൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോ നമുക്ക് ആ നഷ്ടം എന്നൊരു പിന്നെ നമ്മള് ഈ സാമ്പത്തികം മാത്രം നോക്കരുത്, നമ്മുടെ സന്തോഷം കൂടി അതിനകത്ത് നോക്കാനുണ്ട്. പിന്നെ ഇതിന്റെ വിൽപ്പന എങ്ങനെയാ, മാർക്കറ്റിംഗ് എങ്ങനെയാ? അത് നമ്മള് സാധാരണ എത്തിച്ചു കൊടുക്കുവാണോ, അത് ഇത് അന്വേഷിച്ചു വരുവാണോ, അത് യൂട്യൂബിൽ ഇങ്ങനെ ആട് വളർത്തലിന്റെ എന്തെങ്കിലും പേജോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ അയക്കത്തുള്ള ആരെങ്കിലും വന്ന് കാണാനോടൊത്തിരി വരുന്നുണ്ട്. പല ആൾക്കാരും നമ്മുടെ പരിചയക്കാരെ കൂട്ടുള്ള ആൾക്കാർ ഇവിടെ പിള്ളേരെ പരിചയക്കാരൊക്കെ വരുമ്പോ ആട്ടെ കാണുമ്പോ അവര് ചോദിക്കും ഒരെണ്ണം തരാമെന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ചിലപ്പോ ഒരു ആട്ടെ കൊടുക്കും. അങ്ങനെ അവർ കൊടുത്തു കഴിയുമ്പോൾ അവര് വേറെ ആൾക്കാർ പറയും ഇത് കാണുമ്പോ ചിലർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അവരങ്ങനെ പറയും. അങ്ങനെ ഓരോരുത്തർ വന്ന് വാങ്ങിച്ചു. പിന്നെ നമുക്ക് വിൽപ്പനയ്ക്ക് നമ്മൾ അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്ക് ഇടാം. നമ്മൾ ഏതെങ്കിലും പരിചയക്കാരന്റെ യൂട്യൂബിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഏറ്റവും ദൂരത്തുനിന്നുണ്ടെന്ന് നമ്മൾ ഈ ആട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള? ഇപ്പൊ എന്റെ ആട് ഇവിടുന്ന് പോയിരിക്കുന്ന സ്ഥലങ്ങള് ഒന്നിപ്പോ ഏറ്റവും ദൂരം എന്ന് പറഞ്ഞാൽ തിരുവല്ലയാണ്. തിരുവല്ല നിലമ്പൂരാണ്. നിലമ്പൂർക്ക് ഞാൻ ആട് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ അവര് വന്ന് കൊണ്ടുപോകണോ? ഞാൻ അവരോട് പറഞ്ഞു സാറിന് അതിന് ആൾക്കാർ വരാനില്ല. നമ്മളിപ്പോ ഫോട്ടോ അയച്ചു കൊടുക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കും. അതിന്റെ യൂട്യൂബ് അതിനകത്ത് വീഡിയോയും അതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടാലും അവർ പറയും ശരി ഓക്കെ അതിന് വില സംഭവിച്ചു ഓക്കെ. അപ്പൊ നമുക്ക് അവര് ഗൂഗിൾ പേ ചെയ്യും. നമ്മൾ ഈ സാധനം നമ്മുടെ വണ്ടി പോകുന്നുണ്ട് ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതായാലും വണ്ടിയിൽ നമ്മൾ പറയും. അപ്പൊ അവർക്ക് ആടിനെ അവിടെ എത്തിച്ചു കൊടുക്കും. പിന്നെ നമ്മളെ ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്ര ആടുകളെ വളർത്തുമ്പോ അതിന്റെ പുല്ല് ഇങ്ങനെ ടൗണിലൊക്കെ താമസിക്കുമ്പോ ഇത്ര പുല്ല് കിട്ടാനുള്ള സാധ്യത. അപ്പൊ പുല്ലൊക്കെ ഇങ്ങനെ എവിടെ പോയി? പുല്ല് തന്നെ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറെ പുല്ലൊക്കെ ഉണ്ടാവും. ആ പുല്ലൊക്കെ ഞാൻ വെട്ടിക്കൊണ്ട് ചാക്കിനകത്ത് വെട്ടി
ബൈക്കൊക്കെ കയറ്റി കഴിച്ചു പോരുമ്പോ കൊണ്ടുവരും. അങ്ങനെ കൂടാതെ തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് ചെറിയ വേറെ ആൾക്കാരുടെ പറമ്പുണ്ട്. അത് ചുമ്മാ തരിശു വേണ്ടി എടുക്കുന്ന. അപ്പൊ അതിനകത്ത് പുല്ലുണ്ടാവും, വിട്ടു കൊടുക്കും. പിന്നെ ദൈവാദിനം വെച്ച് പറഞ്ഞാൽ എന്റെ മൃഗത്തിന് അവരെ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല. സാധാരണ ഈ നാടൻ ഐറ്റംസിനാണല്ലോ ഏകദേശം പ്രാധാന്യമുള്ളൂ. അപ്പൊ നാടനാട് വളർത്താത്തതിന് കാരണം എന്താണ്? നാടനാട് വളർത്താത്തതിന്റെ കാര്യം തന്നെ നമുക്ക് ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ നമ്മള് തീറ്റ ഒരുപാട് വേണം. പിന്നെ അതനുസരിച്ച് അവരെ കെയർഫുൾ ആക്കണം. അതിനെ പറമ്പിൽ കൊണ്ട് തീരിക്കണം. പുല്ല് വെട്ടിട്ട് കൊടുത്താൽ അത്രയൊന്നും അവർക്ക് ആവില്ല. അവർക്ക് പറമ്പിൽ പോയി തന്നെ ചെയ്യണം. പിന്നെ ഇതിന്റെ പ്രത്യേകം ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയാൻ ഞാൻ മറന്നുപോയി. ഈ ആടുകൾക്ക് അസുഖം ഇല്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സാധാരണ ഈ ആട് വസന്ത എന്നൊക്കെ പറഞ്ഞ നാടൻ ആടുകൾക്കുണ്ടാവും. അങ്ങനെയുള്ള ഒരു അസുഖമില്ല. ഇതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ കൈപ്പഴ. കൈപ്പഴ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ പുല്ല് കൊടുക്കുമ്പോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പുല്ല് ഇപ്പൊ ഇളം പുല്ലോ അല്ല അങ്ങനെയൊക്കെയുള്ള പുല്ലാണെങ്കിൽ ഇപ്പൊ വയറിന് ചിലപ്പോ കംപ്ലൈന്റ് വരും. നമ്മൾ കൊടുക്കുന്ന തീറ്റയില് അല്ലെങ്കിൽ നമ്മള് കൊപ്ര കൊടുത്തു. ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് മേടിച്ചിരുന്ന പൂത്തുപോയാലും ചിലപ്പോ ഇതിനകത്ത് അല്ലാണ്ട് വേറെ ഒരു അസുഖവും വേറെ മറ്റുള്ള ആട്ടെ ആവശ്യം അസുഖമില്ല. മറ്റേതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ അസുഖം വരും. ഇതിന് അസുഖം ഇല്ല. അസുഖം കുറവുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ ഇതിനെപ്പറ്റി നമുക്കറിയാൻ അറിയാൻ തന്നെ ഇതിന്റെ ഇറച്ചിക്ക് ടേസ്റ്റ് കൂടുതലാന്ന് ടേസ്റ്റ് കൂടുതൽ മറ്റുള്ള ആടിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. ഇതിന്റെ ഇറച്ചിക്ക് മുട്ടനാടിനെ അടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇറച്ചിക്ക് ചൂരമ ഇല്ല. മറ്റേ ഇതിന്റെ ചൂരല്ല, ആ ചൂര ഇതിനില്ല. സാധാരണ ഈ നാളമുട്ടനൊക്കെ ആണെങ്കിൽ അതിങ്ങനെ അടുത്തോടെ പോകുമ്പോ തന്നെ ഇത് അങ്ങനെയുള്ള സ്മെല്ലൊന്നും ഇല്ല. ഇതിനെ നമുക്ക് എടുത്തോണ്ട് നടന്നാലും വ്യക്തത ഒരു ഇതാണ്. അപ്പൊ ഈ ആട് വളർത്തലുമായിട്ട് നമ്മുടെ പിള്ളേരെ പോലെ നോക്കി നടന്ന കാരണം കൊണ്ട് നമുക്ക് വീട്ടിലൊരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും. ഒരു വിഷമം വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് മനുഷ്യരാകുമ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്ത് വന്നാലും നേരെ നമ്മൾ ഈ ആടിന്റെ അടുത്ത് പോയി അവരോട് രണ്ട് വർത്താനം പറഞ്ഞാൽ അവർക്ക് ആ ചിരിയും കഴിയുന്നുണ്ട്. നമ്മുടെ സന്തോഷമായി നമ്മൾ മറ്റെല്ലാം മറക്കും. ഇപ്പം ഞാൻ ഈ ആടിന്റെ വിശേഷങ്ങളുമായിട്ട് സംസാരിച്ച് അയ്യൂബ് ഖാൻ വാക്കണ്ടത്തിൽ ഈ കമ്പനിപ്പടി ആനിക്കാടാണ് ഈ ചേട്ടന്റെ വീട്. എനിക്ക് വീഡിയോയിൽ നിന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് പോലെയല്ല അതായത് എനിക്ക് തോന്നിയുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടനിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത്രയും പ്രായമുണ്ടെങ്കിലും ആ ചേട്ടനെ സംസാരിക്കുന്നതിൽ ആ ഓഡിയോ കൺട്രോള് എല്ലാം നല്ല ഇതാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 95 മുമ്പുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആ ഒരു പ്രായത്തില് അതിന് മുമ്പുള്ള ആളുകൾക്ക് ഇവരുടെ ചെറുപ്പത്തില് എന്തെങ്കിലും ഇവർക്ക് പക്ഷിയോ മൃഗങ്ങളോ എന്തെങ്കിലും ഓമനിച്ച് ഉണ്ടായിരുന്നു. അപ്പം ഈ ഓമനിച്ച് വളർത്തുന്ന ഇതിൽ നിന്നായിരിക്കാം അന്നത്തെ കുട്ടികൾക്ക് ഈ സ്നേഹവും കരുണയും ആർദ്രതയൊക്കെ ഉണ്ടായത്. അതിനകത്തിൽ ആ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കാം. ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ രീതിയിൽ ആ ചേട്ടൻ ആ സന്തോഷം എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാവുമ്പം അവിടെ പോയി അവരോട് സംസാരിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കുട്ടികൾക്കും ഇല്ലാതെ പോയത് ഇതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ സോഷ്യൽ മീഡിയയിലും പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നത് ഈ ഇങ്ങനെ ഓമനിച്ച് വളർത്താനും പിന്നെ അതിന്റെ ആ ഒരു സാധ്യത ഇല്ലാത്ത കൊണ്ടായിരുന്നായിരിക്കാം. ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ കമ്പ്യൂട്ടർ യുഗല്ലേ. ഇപ്പൊ പിള്ളേർക്ക് നമ്മളിപ്പോ വീട്ടിൽ കയറി വന്നാൽ ഒരു വീട്ടിലെ പിള്ളേർക്ക് പോലും അറിയാൻ ആരാ വന്നേ പോയത്. അവര് നോക്കുന്നില്ല. അവർക്ക് മുഴുവനും കമ്പ്യൂട്ടറിലായിരിക്കും, അവര് മൊബൈലിലായിരിക്കും. അപ്പൊ ആരാണ് നമ്മുടെ സ്വന്തക്കാരാണോ വന്നേ അതാണ് സ്വന്തക്കാരാണോ അറിയില്ല. ചോദിച്ചാൽ പോലും അവർ പറയും ഞാൻ അറിയില്ല എന്നില്ല. ആ കണ്ടീഷനാണ്. പഴയ കാലത്ത് തന്നെ ഞാൻ ഇഷ്ടംപോലെ കയറ്റിറക്കം ഉണ്ടായിരുന്നു. ഒരു ഓണം വന്ന് വിഷു വന്ന് പെരുന്നാളൊന്നും എല്ലാവരും ഒറ്റക്കെട്ട. ഇപ്പൊ എല്ലാവരും റൂമിലോട്ടും മൊബൈലിലേക്കൊക്കെ പക്ഷെ നമ്മുടെ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാതെ പോയതായിരിക്കാം അതിന് കാരണം തോന്നുന്നു. ഏതാണെങ്കിലും ചേട്ടാ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന എന്റെ അവസാനം പറയും ഈ ഒരു എന്താ പറയുക ഈ സ്നേഹം ആർദ്ര കരുണ ഒക്കെ ഇതിൽ നിന്ന് വളർത്തുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ചേട്ടാ ഇത്രയും കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു തന്നതിൽ ഏതാണെങ്കിലും നന്ദി, നമസ്കാരം.